ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ പുതിയ രാഷ്ട്രീയ വികസനം ശ്രദ്ധേയമായി. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ഡാർ ഇന്ത്യയുമായി കാശ്മീർ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും സംവാദത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. ഇസ്ലാമാബാദിലെ പാർലമെന്റിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഡാർ പറഞ്ഞത്. ചർച്ചയുണ്ടെങ്കിൽ അത് കാശ്മീരിനെ കുറിച്ച് മാത്രമല്ല, വ്യാപാരം മുതൽ ഭീകരവിരുദ്ധ പോരാട്ടം വരെ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളും. ഡാർ പിന്നീട് കൂട്ടിച്ചേർത്തു, പന്തിപ്പോൾ ഇന്ത്യയുടെ കോർട്ടിലാണ്. ഇത് ജൂലൈയിൽ നടത്തിയ സമാന പ്രസ്താവനയുടെ തുടർച്ചയാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജൂലൈയിൽ അമേരിക്കയിലെ അറ്റ്ലാന്റിക് കൗൺസിലിംഗ് തിക് ടാക് ചർച്ചയിൽ ഡാർ ആദ്യമായി സമഗ്ര സംഭാഷണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വ്യാപാരം മുതൽ ഭീകരവിരുദ്ധ പോരാട്ടം വരെ എല്ലാ മേഖലകളിലും ഇന്ത്യയുമായി പ്രവർത്തിക്കാനും പാകിസ്ഥാൻ താല്പര്യമുള്ളതായും അദ്ദേഹം സംയുക്ത സംഭാഷണ പ്രക്രിയ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് 2004 രൂപീകരിച്ച ഘടനാപരമായ ചട്ടക്കൂടാണ്. കാശ്മീർ പ്രശ്നം, അതിർത്തി കടന്നുള്ള ഭീകരത, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം, വ്യാപാരം, സാംസ്കാരിക കൈമാറ്റം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര സംഭാഷണത്തിനുള്ള അടിസ്ഥാനമാണ്. എന്നാൽ 2008 മുംബൈ ആക്രമണങ്ങൾ ഉൾപ്പെടെ പല സംഭവങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ ഈ പ്രക്രിയ നിലച്ചിരുന്നു. ഇന്ത്യയുടെ നിലപാട് ഇതിനോട് മാറ്റമില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ വ്യക്തമാക്കി, ജനാധിപത്യപരവും പരിഷ്കൃതവുമായ രാജ്യങ്ങളുമായി മാത്രമേ ഇന്ത്യ സംവാദം നടത്തൂ. ഭീകരതയെ മഹത്വവൽക്കരിക്കുന്നതുമായ രാജ്യങ്ങളുമായി സംവാദം സാധ്യമല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പാകിസ്ഥാൻ ഭീകരർക്ക് സൈനിക ശവസംസ്കാരം നടത്തുന്നത് ഭീകരതയെ ഗ്ലോറിഫൈ ചെയ്യുന്നതായും സംവാദത്തിന് മുമ്പ് സമാധാനമില്ലാത്ത സാഹചര്യത്തിൽ സംഭാഷണം സാധ്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വെടിയുണ്ടകളുടെ ശബ്ദം സംഭാഷണത്തെ അടിച്ചമർത്തുന്നു. ഭീകരതയ്ക്ക് മുമ്പ് വിരാമമില്ലെങ്കിലും സമാധാനം സാധ്യമല്ല എന്നും സിംഗ് വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായത് അടുത്തിടെ നടന്ന സംഭവങ്ങളാലാണ്. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ മറുപടിയായി ഇന്ത്യ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. അതിർത്തിക്കപ്പുറത്ത് ഭീകര പരിശീലന ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുള്ള സൈനിക നടപടികളാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ രൂക്ഷമായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമെന്ന് വിദഗ്ധർ പറയുന്നു. പാകിസ്ഥാൻ പ്രസ്താവനകൾ നല്ല ഡിപ്ലോമാറ്റിക് സിഗ്നലുകളായിരിക്കാം, എന്നാൽ ഭീകരരെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചർച്ചയ്ക്ക് എത്തുക പ്രായോഗികമല്ല. അന്താരാഷ്ട്ര നിരീക്ഷകരും ഇന്ത്യയുടെ വിദേശകാര്യ വിദഗ്ധരും പറയുന്നത് സംഭാഷണ ഫലപ്രദമാകുന്നതിന് മുമ്പ് ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമായ മാറ്റം ആവശ്യമാണെന്നാണ്. പാകിസ്ഥാൻ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വിദേശ കടപ്പാട്, തൊഴിൽ നഷ്ടം, ആഭ്യന്തര കലാപങ്ങൾ എന്നിവ പൊതുജനങ്ങളിൽ വലിയ അസന്തോഷം സൃഷ്ടിച്ചിട്ടുണ്ട്. വിദഗ്ധർ വിലയിരുത്തുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനരാരംഭിക്കുന്നത് അസാധ്യമായ സാമ്പത്തിക സഹായവും അന്താരാഷ്ട്ര വിശ്വസ്തതയും നൽകുമെന്നാണ്. വ്യാപാരം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാം കൂടി വികസിപ്പിക്കുമ്പോൾ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകൂ. ഡാർ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു, ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ആദ്യം ഭീകരവിരുദ്ധ നടപടി, പിന്നെ മാത്രം സംവാദം. 2008 മുംബൈയിൽ, 2019 പുൽഗാമിയിൽ, 2025 പഹൽഗാമിൽ ഓരോ ആക്രമണവും ഇന്ത്യയുടെ സുരക്ഷാ ഭാവനയെ അടിച്ചമർത്തുന്ന സംഭവങ്ങളാണ്. ഭീകരതയുടെ ഭാഷ, ഭയം, രക്തം, വെറുപ്പ് ഇതൊന്നുമല്ലാതെ മറ്റൊന്നുമല്ല. സമാധാന സംഭാഷണത്തിലൂടെയാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. പക്ഷെ ഭീകരതയ്ക്ക് അത് വിരാമമിടണം. ഇന്ത്യൻ മാധ്യമങ്ങളും പാകിസ്ഥാൻ പ്രസ്താവനകളെ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പല മാധ്യമങ്ങളും പറയുന്നത് പാകിസ്ഥാൻ പ്രസ്താവനകൾ രാജ്യതന്ത്രപരമായ തന്ത്രമാണ്. സംവാദത്തിന് വിശ്വസ്തത ആവശ്യമുണ്ട്. പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാർ ഡാറിന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. വ്യാപാരം, വിസ സൗകര്യം, സാംസ്കാരിക കൈമാറ്റം ഇവ പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. പാകിസ്ഥാന്റെ പുതിയ പ്രഖ്യാപനം ഇരു രാജ്യങ്ങൾക്കിടയിൽ ബന്ധം മെച്ചപ്പെടുത്താനുള്ള സൗഹൃദ സന്ദേശമായിരിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷാ മുൻഗണനകളെ മറികടക്കാൻ കഴിയില്ല. ഇന്ത്യ ഉറച്ച നിലപാടാണ് പാലിക്കുന്നത്. സംവാദം പ്രശ്നപരിഹാരത്തിന്റെ വഴിയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇരു രാജ്യങ്ങളുടെ വിരുദ്ധ നിലപാടുകൾ തുടരുന്നതിനാൽ ഉടൻ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നാണ്. ഈ സാഹചര്യത്തിൽ സമാധാനത്തിനും സംവാദത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടുതൽ ജാഗ്രതയും തുടർച്ചയും ആവശ്യപ്പെടുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ ഏറ്റവും പുതിയ പ്രസ്താവനകളും നിലപാടുകളും ഇതാണ്. നമുക്ക് മുന്നിൽ വരുന്ന കാലയളവിൽ സംവാദത്തിനും സുരക്ഷാ പ്രശ്നങ്ങൾക്കും തമ്മിൽ ഒരു സന്തുലിതമായ സമീപനം രൂപപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യ ബന്ധത്തിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ഇരു രാജ്യങ്ങളെയും പ്രദേശത്തെയും വ്യാപകമായ രാഷ്ട്രീയ പ്രതികരണങ്ങളെ ഉണർത്തുന്നു. ഇന്ത്യയിലും പാകിസ്ഥാനും നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ഓരോ പ്രസ്താവനയും, ഓരോ സൈനിക നടപടിയും ആഗോള മാധ്യമങ്ങളും വിദേശ നയനിർദ്ദേശകരും വിശദമായി വിലയിരുത്തുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ
പരസ്പര ആശയവിനിമയത്തിന്റെ പ്രാധാന്യവും ആഗോള ശ്രദ്ധയും വീണ്ടും തെളിയിക്കുന്നു. ഭാവിയിൽ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളെ പരസ്പര തന്ത്രപരവും കൃത്യമായ പ്രതിരോധവും ഉൾക്കൊള്ളുന്ന സംവാദത്തിലൂടെയാണ് മാത്രമേ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പുതിയ നിലയിലേക്ക് എത്തുകയുള്ളതെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം.